Class 9 students, നിങ്ങളുടെ മാത്സ് എക്സാമിന് 30 മുതൽ 40 മാർക്ക് വരെ വെറും ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ വീഡിയോ മൊത്തം കാണുക, നിർബന്ധമായിട്ട് കാണുക ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം വെറുതെ ഒന്നും പഠിക്കാതെ തന്നെ എങ്ങനെ ഒരു 30 മാർക്ക് ഒരു പേപ്പറിൽ ഒപ്പിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു സീക്രട്ടാണ്. സോ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് മാത്സ് ക്ലാസ്സിന് വേണ്ടി ശരിക്കും പഠിച്ച് അടിപൊളിയായിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇന്നലെ നടന്നൊരു ലൈവ് ഉണ്ട്, ഫ്രൈഡേ സാറ്റർഡേ 7:30 ലൈവ് ഉണ്ട്, അത് ബാക്കി പഠിപ്പിച്ചു തരും. ആൻഡ് നിങ്ങൾക്ക് സൺഡേ വൈകുന്നേരം 7:30 എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് വരാമെന്ന് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് 50 ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ലാസ്റ്റ് ലൈവ്. അപ്പോൾ ഈ 2 ലൈവ് മിസ് ചെയ്യരുത് ആൻഡ് ഈ ലൈവ് മിസ് ചെയ്യരുത് ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇവിടെ കവർ ചെയ്യും ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ടേം 1ൻ്റെ റിവിഷൻ ഉണ്ടാവും കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ ഷോർട്ട് നോട്ട്സിൻ്റെ ഒരു വീഡിയോന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് എല്ലാം ഫോർമുലയുള്ളൊരു PPT അല്ലെങ്കിൽ PDF വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഇനി എക്സാം ഹാളിൽ പോയാൽ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് കാര്യം ഞാൻ പറയുന്നത് ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ ഈ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തോ, തലയിൽ നോട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എക്സാമിന് എന്താണെങ്കിലും വളരെ സിമ്പിളായിരിക്കും എക്സാം ആൻഡ് വെറുതെ ഒരു 30-20 മാർക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് റൈറ്റ് പോയിന്റ്സ് ഫ്രം ക്വസ്റ്റ്യൻ. നമ്മൾ കുറേ ക്വസ്റ്റ്യൻ കാണും, എല്ലാം നമുക്ക് അറിയണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ലൈവ് തലേ ദിവസം കണ്ടില്ലെങ്കിൽ എന്താണ് കുറേ ക്വസ്റ്റ്യൻസ് അറിയുണ്ടാവില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടു, നമുക്ക് ഓപ്ഷൻസ് ഒക്കെ നോക്കിയാൽ ഇനി 3 questions 1, 2, 4. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യന് 3 എഴുതണം എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ഒന്നും തന്നെ അറിയില്ല. ചിലപ്പോൾ ലെറ്റ്സ് സേ ഈ ക്വസ്റ്റ്യൻ കണ്ടു, ഈ എന്ത് എഴുതേണ്ടതെന്ന് അറിയില്ല, ഇവിടെയാണ് ഓപ്ഷൻസ് വേറെ ഇല്ല, നമുക്കിത് എഴുതേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ആ കാര്യം തന്നെ എഴുതി വെച്ചാൽ വെറുതെ വിട്ടാൽ ഒരിക്കലും മാർക്ക് കിട്ടില്ല. ഞാൻ 1 ക്വസ്റ്റ്യൻ എഴുതിയിട്ടും കൂടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താ അറിയാം, നിങ്ങളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഇനി O is the center, blah blah blah, ABCD chords ആണ്. AB 10 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്ന കാര്യം എഴുതുക. AB is equal to 10 സെൻറ്റിമീറ്റർ ഇത് എഴുതി. ഓക്കെ, OM is equal to ON എന്ന് വന്നു. OM is equal to ON തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം എഴുതി വെക്കാം. ലെങ്ത് ഓഫ് CD, ഇനി നിങ്ങൾ CAD മൂസി അല്ല CD, ഇതിന് നീളം കണ്ടുപിടിക്കണം. ഇത് എഴുതി വെച്ചു. ഇപ്പോൾ ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ഒരു സാധനം അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു നമ്പർ അങ്ങ് എടുത്ത് എഴുതി വെക്കുക. ഓക്കെ, ഇവിടെ കാണുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 10 ഉള്ളൂ, ചിലപ്പോൾ 10ൻ്റെ പകുതിയാവും 10 ആവാം, എന്തെങ്കിലും 10 സെൻറ്റിമീറ്റർ എഴുതി വെച്ചു. മക്കളെ, ചിലപ്പോൾ നിങ്ങൾ ടീച്ചറിന് പാവം തോന്നിയിട്ട് ഇത് ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ മാർക്ക് കിട്ടും. അവിടെ 2 മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചല്ലോ, 1 മാർക്ക് കിട്ടി. ഇനി നിങ്ങൾ ഇത്ര എഴുതി വെച്ചല്ലോ, വെറുതെ ഒരു മടിയനല്ല ഈ കുട്ടി, എന്തെങ്കിലും എഴുതി വെച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് 1/2 മാർക്ക് വരും, അപ്പോൾ 1.5 മാർക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ വെറുതെ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ എടുക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം ക്വസ്റ്റ്യനിൽ അതേപോലെ എഴുതുക, എന്നിട്ട് ഈ ആൻസർ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക. വെറുതെ വിടുന്നതിനെക്കാട്ടും ഭേദമാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തിട്ട് എന്നിട്ട് ഈ പരിപാടി ചെയ്യാൻ പാടുള്ളൂ. അറിയുന്ന ക്വസ്റ്റ്യൻ എല്ലാം നന്നായിട്ട് ചെയ്തിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ. ഒരു ക്വസ്റ്റ്യനും വെറുതെ വിടരുത്. വെറുതെ നമ്മുടെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, അറിയുന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ എഴുതി വെക്കുക. ഇതാണ് റൈറ്റ് പോയിന്റ്സ് ഫ്രം ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബുദ്ധിയോ അല്ലെങ്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. സ്കിപ്പ് ക്വസ്റ്റ്യൻസ്. മക്കളെ, നിങ്ങളുടെ എക്സാമിൽ എപ്പോഴും ഓപ്ഷൻസ് ഉണ്ടാവും. എന്താണ് ഓപ്ഷൻസ്? നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ആൻസർ ഇനി 3 from 1, 2, 3, 4 4 ക്വസ്റ്റ്യൻ്റെ ഏതെങ്കിലും 3 ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നോക്കിയേ, ഈ 2ാമത്തെ ക്വസ്റ്റ്യൻ പോളിനോമിയൽസ് പഠിച്ചില്ലേ, വിട്ടോ, സന്തോഷത്തോടെ വിട്ടോ, ഒരാളുടെ മാർക്കും പോകാൻ പോകുന്നില്ല. ഓക്കെ, ഫുൾ മാർക്ക് കിട്ടുന്ന ആൾക്കും ഏകദേശം 30 മാർക്കിന് വിടാം. ഞാൻ കണക്ക് പറഞ്ഞുതരാം. നോക്കിയേ, നിങ്ങൾക്കിതാ 4 ക്വസ്റ്റ്യൻ ഫ്രം 5 to 10 എന്ന് പറയുമ്പോൾ 6 ക്വസ്റ്റ്യൻ ഉണ്ട്, 4 ആൻസർ ചെയ്യുന്നത്, 2 വിടണം, 2 വിട്ടോ, സന്തോഷത്തോടെ വിട്ടോ. അതേപോലെ അടുത്ത സെക്ഷനിൽ അങ്ങനെ നോക്കിയേ, 11 to 21 എന്ന് പറയുമ്പോൾ 10 അല്ല 11 ക്വസ്റ്റ്യൻ ഉണ്ട്, 11 ക്വസ്റ്റ്യനിൽ 8 ചെയ്താൽ മതി, 3 ക്വസ്റ്റ്യൻ വിട്ടോ, സന്തോഷത്തോടെ വിടണം. അതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അങ്ങനെ തന്നെ ഉണ്ടാവണം ആറ്റിറ്റ്യൂഡ്. അപ്പോൾ വിടണം. ഏകദേശം നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയേ, 110 മാർക്കിലെ ക്വസ്റ്റ്യൻസ് വരും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, നിങ്ങൾ എത്രയും ആൻസർ ചെയ്യുന്നത്, ഫുൾ മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ എത്ര ആൻസർ ചെയ്യുന്നത്, 80 മാർക്കിന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, 80 മാർക്സ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രയാണ്, 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വിടാം. എല്ലാവരും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടില്ല, ഇത് ടേം 1 എന്നാണല്ലോ, ഇത് 3rd ടേം ലാസ്റ്റ് ചാപ്റ്റർ എന്നാണല്ലോ, ഇത് പഠിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സങ്കടം. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, സങ്കടം. ഇനി നിങ്ങൾ അറിയുന്ന ക്വസ്റ്റ്യനും കൂടി ഫുൾ തെറ്റിക്കും, അത് പാടില്ല. 30 ക്വസ്റ്റ്യൻ വരെ 30 മാർക്ക് വരെ ക്വസ്റ്റ്യൻ എനിക്ക് വിടാം എന്നുള്ള സന്തോഷ വാർത്തയുണ്ട്. ഏകദേശം എപ്പോഴും 110 വരണമെന്നില്ല, പക്ഷെ അതാണ് സ്റ്റാൻഡേർഡ് കാണാറ്. ഓക്കെ, ഇനി A+ വേണ്ട സ്റ്റുഡൻ്റ് ആണെങ്കിൽ 72ന് മേലേക്ക് സ്കോർ ചെയ്താൽ മതി. 72. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര വിടാം, 30 മാർക്കിൽ 38. ഇത് A+ വേണ്ട സ്റ്റുഡൻസിന്. ഓക്കെ, A+ വേണ്ട. ഇനി A വേണ്ട സ്റ്റുഡൻസ്, എനിക്ക് A ഒക്കെ മതി സാർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 64ന് മേലെ ഏകദേശം മതി. അങ്ങനെ പറയുമ്പോൾ വീണ്ടും ഒരു 46 മാർക്ക് വരെ വിടാം.
അപ്പോൾ 110 മാർക്ക് എക്സാം പേപ്പർ ആണെങ്കിൽ ഏകദേശം അങ്ങനെ വരിക. 80 മാർക്ക് ഫുൾ, 30 വെറുതെ വിടാം, 38 A+ന് വിടാം, 46 വരെ Aന് വിടാം. മനസ്സിലായല്ലോ? അപ്പോൾ വിഷമിക്കരുത്, സന്തോഷത്തോടെ എനിക്ക് A കിട്ടി, എനിക്ക് ഈ പ്രാവശ്യം A+ കിട്ടും എന്നുള്ള വിചാരിച്ചിട്ട് അതറിയുന്ന രീതി അറിയാത്ത സ്കിപ്പ് ചെയ്യുക സന്തോഷത്തോടെ. ഓക്കെ, ടേം 1 ചിലപ്പം വരും, ടേം 3 വരും, ഫൈനൽ ചാപ്റ്റർ വരും, ചിലപ്പോൾ റിയൽ നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചില്ല വന്നാലോ, പേടിക്കേണ്ട, വിടുക, സന്തോഷത്തോടെ വിടുക. അറിയുന്ന ചാപ്റ്റേഴ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. മനസ്സിലായോ? ഇനി അടുത്തത് റീഡ് ദി എൻറ്റയർ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എനിക്കറിയാം, സിമ്പിളാണ് സാർ, ഇത് ഈക്വൽ ഡിസ്റ്റൻസ്, തുല്യ ദൂരമാണെങ്കിൽ തുല്യ ഇതാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ എന്ത് എഴുതും? നിങ്ങൾ CD എഴുതും. ഓക്കെ, കഴിഞ്ഞു, CD എഴുതി കഴിഞ്ഞോ? ഇല്ല, ക്വസ്റ്റ്യനിൽ ഒരു ഭാഗം കൊണ്ട് CN എഴുതാൻ മറക്കരുത്. സന്തോഷത്തോടെ എനിക്ക് എല്ലാം അറിയാൻ വിചാരിച്ചാൽ ഇത് ആൻസർ എഴുതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഈ ക്വസ്റ്റ്യൻ മൊത്തമായിട്ടും വായിക്കാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സെയിം സാധനം ആയിരിക്കില്ല ഇവിടെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നല്ല, ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇതൊക്കെ എഴുതുമ്പോൾ സൂക്ഷിക്കുക, നിങ്ങളെല്ലാം ആൻസർ ചെയ്തിട്ടുണ്ടോണം. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും വായിച്ചിട്ടുണ്ടോ നോക്കുക. പിന്നെ ദയവ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ തിരിക്കുന്ന കാര്യം മറക്കരുത്. ഓക്കെ, നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടികളാണ്, പക്ഷേ എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, സാർ ഞാൻ ആ സൈഡ് കണ്ടില്ല, ഈ സൈഡ് കണ്ടില്ല. മൊത്തം ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ പേപ്പറും വായിക്കാൻ മറക്കരുത്. ഓക്കെ, ഒരു തംസപ്പ് ഇടാം. പിന്നെ മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷോർട്ട് നോട്ട്സ് എല്ലാ ചാപ്റ്ററിനെയും വേണമെങ്കിൽ അടിപൊളിയായിട്ട് ഒറ്റ സ്ലൈഡിൽ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങളെ കമൻസിൽ അറിയിക്കാൻ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഈ ജോമെട്രി ബോക്സ് മറക്കരുത്. നിങ്ങൾക്ക് ട്രയാങ്കിളിലായിക്കോട്ടെ, സിമിലർ ട്രയാങ്കിൾസ്, പാരലൽ ലൈൻസ് ആൻഡ് സർക്കിൾസ് ആ ചാപ്റ്റേഴ്സിലൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ വരയ്ക്കുമ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകണ്ടേ? കോമ്പസ് വേണമെന്ന് ഉറപ്പാണ്, കോമ്പസ് വേണം നിങ്ങൾക്ക് സർക്കിൾസ് ചാപ്റ്ററിൽ വരയ്ക്കാൻ. പിന്നെ എന്താണ്? പ്രൊട്രാക്ടർ വേണം ആ ചാപ്റ്ററിൽ തന്നെ, പ്രൊട്രാക്ടർ. ഓക്കെ, പ്രൊട്രാക്ടർ എന്താണെന്ന് അറിയാത്തവർ ഇങ്ങനെ ഒരു സാധനമല്ലേ, ആംഗിൾ കാണിക്കുന്ന ആ സാധനം. ഓക്കെ, അത് വേണം. പിന്നെ നിങ്ങൾക്ക് പാരലൽ ലൈൻസ്, സിമിലർ ട്രയാങ്കിൾസ് നിങ്ങൾക്ക് എന്ത് വേണം? സെറ്റ് സ്ക്വയർ വേണം, സെറ്റ് സ്ക്വയർ. ഓക്കെ, സെറ്റ് സ്ക്വയറും വേണം, സ്കെയിലും വേണം. ഓക്കെ, ഇതെല്ലാം പോയിട്ട് നിങ്ങൾ ജോമെട്രി ബോക്സ് വലിയ പൈസയിലൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ചില കടയിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ചേട്ടന്മാരുടെ, അനിയന്മാരുടെ, ഫ്രണ്ട്സിൻ്റെ ബോറോ ചെയ്യുക. 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് നിന്ന് ബോറോ ചെയ്യാതെ, കാരണം അവർക്ക് എക്സാമാണ്. SSLC-കാരുടെ അടുത്ത് നിന്ന് ബോറോ ചെയ്തോ, നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും അടുത്ത് നിന്ന് എടുത്താൽ മതി. ഓക്കെ, ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ലേ, പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. എക്സാമിന് മാത്രം കൊണ്ടുപോയാൽ പോരാ, തലേ ദിവസം ഉപയോഗിക്കുക. കോമ്പസ് ടൈറ്റ് ആയിരിക്കണം, കോമ്പസ് ഇങ്ങനെ പൊക്കിയാൽ രണ്ടും കൂടി ഇങ്ങനെ അങ്ങനെ ആടി കളിക്കരുത്, കുറച്ച് ടൈറ്റ് ആക്കണം. ഓക്കെ, റെഡി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി എല്ലാവർക്കും ഫ്രീ ആയിട്ട് മാർക്ക് വേണമെന്ന് പറഞ്ഞില്ലേ, 5-6 മാർക്ക് വെറുതെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടും. നിങ്ങൾ പേപ്പർ എടുക്കുക, തിരിക്കുക. എവിടേക്ക് എത്തുമ്പോൾ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ടഫാവും, പേടിക്കണ്ട. അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങൾ അവസാനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു സിമ്പിൾ ചോദ്യമായിരിക്കും, മണ്ട ചോദ്യമായിരിക്കും. നോക്കിയേ, ഇവിടെ ഇംഗ്ലീഷിലൊക്കെ വരുമല്ലേ ഒരു പാരഗ്രാഫ് വന്നിട്ട് എന്നുള്ള ചോദ്യം, അതേപോലെ തന്നെയാണ് മാത്സിൽ. ഇത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാവണം എന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും 9ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് അറിയേണ്ട ഒരു കാര്യമായിരിക്കില്ല, വേറൊരു പുതിയ കോൺസെപ്റ്റ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കും. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. നോക്കിയേ, 1 3 5 7 എന്താണ്? ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ അല്ലേ. ഇനി ഓഡ് നമ്പേഴ്സ് നോക്കി കൂട്ടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. 1 കൂട്ടിയാൽ ഫസ്റ്റ് നമ്പർ കൂട്ടി, ഓക്കെ, 1ഉം 3ഉം 4ഉം കൂട്ടിയാൽ, ഓക്കെ എന്താണ് 1ഉം 3ഉം 4ഉം കൂട്ടിയാൽ 1ഉം 3ഉം കൂട്ടിയാൽ 4 കിട്ടും. ഓക്കെ, അപ്പോൾ ഒരാളെ കൂട്ടിയാൽ ഫസ്റ്റ് ആളുടെ സ്ക്വയർ കിട്ടും. 2 ഓഡ് നമ്പേഴ്സിനെ കൂട്ടിയാൽ സെക്കൻഡ് നമ്പർ 2 സ്ക്വയർ കിട്ടും. ആദ്യത്തെ 3 ആൾക്കാരെ കൂട്ടിയാൽ 3 സ്ക്വയർ. ആദ്യത്തെ 4 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ 4 സ്ക്വയർ. അപ്പോൾ അടുത്ത ലൈൻ എഴുതാനായിരിക്കും എപ്പോഴും റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ. സിമ്പിൾ. ഇതെന്തെങ്കിലും പണിയുണ്ടോ? നോക്കിയേ, 1 + 3 + 5 + 7 ഒരാളെയും കൂടി കൂട്ടി കൊടുക്കാം, 9 കൂട്ടി കൊടുത്തു. ഇത് എത്രയാണ് മക്കളെ? ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ എത്ര കിട്ടും? 25 വന്നു, 25. പക്ഷെ അത് അപ്പുറത്തും കൂടി എഴുതാം, 5 സ്ക്വയർ അല്ലേ. ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സ് എഴുതി, 5 സ്ക്വയർ കിട്ടി. സിമ്പിൾ, മാർക്ക് കിട്ടി, വെറുതെ കിട്ടി. വിച്ച് ഇസ് ദ 10th സ്ക്വയർ നമ്പർ? 10ാമത്തെ സ്ക്വയർ നമ്പർ എന്താണ്? 10ാമത്തെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ അല്ലേ. 10ാമത്തെ സ്ക്വയർ 10 സ്ക്വയർ 100. ഓക്കെ, റൈറ്റ് ദ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 100. റൈറ്റ് ദ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 100. അത് രസമുള്ളൊരു ക്വസ്റ്റൻ കേട്ടോ. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്? 10ാമത്തെ ലൈനിൽ നോക്കി എങ്ങനെ വരിക? 10ാമത്തെ ലൈൻ ഏകദേശം എങ്ങനെ ആയിരിക്കും? 10 ഓഡ് നമ്പേഴ്സ് 1 2 അല്ല, 5 7 ഇപ്പം എത്രയും 4 5 6 7 8 അപ്പോൾ എത്ര? 19 18 വരും അല്ലേ? അല്ല 17, സോറി, 15 17 19. ഇപ്പം എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 ഓഡ് നമ്പേഴ്സ്. 10 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10 സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത്. ഓക്കെ, ഇനി റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 100. റൈറ്റ് ദ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ്. എത്ര ആൾക്കാർ 100-നെക്കാട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്?
100-നേക്കാട്ട് ചെറിയ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് മക്കളെ? 100-നേക്കാട്ട് ചെറുത് കുറേ ഉണ്ട്. ഓക്കെ, ഇനി അവരുടെ സമ്മ് കണ്ടുപിടിക്കണം. അതിനുള്ള ട്രിക്കാണ്. അപ്പോൾ ആലോചിക്കേണ്ടത് അവസാനത്തെ നമ്പർ എത്രാമത്തെയാണ് കണ്ടുപിടിക്കും. ഇപ്പോൾ വെച്ച് ഞാൻ പറയുകയാണ് 50 ഉണ്ടെന്ന് പറയാം. 50 ഓഡ് നമ്പേഴ്സ് ഉണ്ട് 100-നേക്കാട്ടും ചെറുത്. അപ്പോൾ അവരുടെ തുക എത്രയാണ്, അവരുടെ സമ്മ് എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചു 50 ആൾക്കാരുണ്ട്, 50 സ്ക്വയർ, കഴിഞ്ഞ പരിപാടി. ഓക്കെ, അങ്ങനെ അവസാനത്തെ സംഭവം, അവസാനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരിക്കും, അത് മറക്കരുത്. പിന്നെ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നീളം കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെൻറ്റിമീറ്ററിലാണ്, നമ്മുടെ ആൻസർ പേപ്പറിൽ സെൻറ്റിമീറ്ററാണ്. ഇനി നിങ്ങൾ √2 ആണെങ്കിൽ √2 സെൻറ്റിമീറ്റർ ഉണ്ടാവും, കിലോമീറ്റർ ഉണ്ടാവില്ല, മീറ്ററിലാണ് മീറ്റർ. ആ കാര്യം മറക്കരുത്. ഇനി പരപ്പളവ്, ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാം. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ അല്ലേ ഏരിയ, അവിടെയൊക്കെ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ, കിലോമീറ്റർ സ്ക്വയർ അല്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചിലവർ സ്ക്വയർ സെൻറ്റിമീറ്റർ, സ്ക്വയർ മീറ്റർ എന്നൊക്കെ എഴുതും. പരപ്പളവ് വരുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ, സ്ക്വയർ സെൻറ്റിമീറ്റർ ഒക്കെ വരും. ആ കാര്യം മറക്കരുത്. ഇനി ഫസ്റ്റ് ടേമാണ് അടുത്ത ചോദ്യം. ഫസ്റ്റ് ടേമിലെ സിലബസ് പ്രതീക്ഷിക്കാൻ പറ്റുമോ മക്കളെ? കഴിഞ്ഞ വർഷങ്ങളിൽ ടേം 2-ൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. ഈ വർഷം സർപ്രൈസിംഗ്ലി എന്താണ്, ഫസ്റ്റ് ടേമിൽ നിന്നും ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ഫസ്റ്റ് ടേം പഠിക്കണോ? ഡെഫിനറ്റ്ലി. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഡെഫിനറ്റ്ലി, അതും പഠിച്ചിട്ടുണ്ട്. ഇനി ആകെ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഇത്രയും ലൈവ് കാണുന്നില്ലേ, ഇത് ഇന്നലെ കഴിഞ്ഞു പോയ ലൈഫ്, അത് കാണേണ്ടവർ വേഗം പോയി കാണാം, സമയമുണ്ട്, 2 ദിവസമുണ്ട് നിങ്ങൾക്ക്. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പ്ലസ് ടേം 1-ൻ്റെ റിവിഷനും ഇവിടെ ഉണ്ടാവും. ഓക്കെ, ടേം 1 പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാൻ കിട്ടും. ഏരിയ, ഡെസിമൽ ഫോംസ്, പെയർസ് ഓഫ് ഇക്വേഷൻ, ബാക്കിയെല്ലാം നമ്മൾ തീർക്കും. ആൻഡ് 50 ഷുവർ ക്വസ്റ്റ്യൻ, അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് വരാം. ഫ്രീ ആയിട്ടൊരു 30-40 മാർക്ക് നിങ്ങൾ കൊടുത്താൽ അവർക്ക് എത്ര യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് വേണമെങ്കിൽ കമൻസിൽ അറിയിക്കുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. 7:30 എല്ലാവരും കാണാം. ഇന്നും ലൈവ് ഉണ്ട്, നാളെ ലൈവ് ഉണ്ട്. എന്നിട്ട് മാത്സ് പരീക്ഷ നമുക്ക് തകർക്കാം.